RICയിലെ സൈക്കോമെട്രിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം എന്താണ് സൈക്കോമെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എയറിൻ്റെ പ്രോപ്പർട്ടീസിനെ പറ്റി പഠിക്കുന്ന ശാഖയാണ്. സൈക്കോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി ഓഫ് ദി എയർ ടെമ്പറേച്ചർ ആൻഡ് വാട്ടർ വേപ്പർ റിലേഷൻഷിപ്പ്. അതിൽ വായുവിലെയും ആ വായുവിൽ അടങ്ങിയിരിക്കുന്ന വാട്ടർ വേപ്പറിൻ്റെയും ആ താപനിലയുടെയും കൂടിയുള്ള റിലേഷൻഷിപ്പിനെ പറ്റി പഠിക്കുന്ന ശാഖയാണ് സൈക്കോമെട്രി. ഇത് ഒരു ഗ്രാഫിക്കലായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ പ്ലോട്ട് ചെയ്യുമ്പോൾ അതിനെ സൈക്കോമെട്രിക് ചാർട്ട് എന്ന് വിളിക്കും. സൈക്കോമെട്രിയിൽ കുറച്ച് ടേംസ് പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ കുറച്ച് പ്രോസസ്സുകൾ പഠിക്കാനുണ്ട്. സൈക്കോമെട്രിക് ടേംസിൽ ഡ്രൈ എയർ, മോയ്സ്റ്റ് എയർ, ഹ്യൂമിഡിറ്റി, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, അതുപോലത്തെ കുറച്ച് ടേംസുകൾ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഹ്യൂമിഡിഫിക്കേഷൻ എന്താണ്, ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്താണ്, അതുപോലെ ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ, അങ്ങനത്തെ കുറച്ച് പ്രോസസ്സുകളും പഠിക്കാനുണ്ട്. ഫസ്റ്റത്തെ ടേം ഡ്രൈ എയർ ആണ് അല്ലേ. ഇതിലെന്താണ് നമ്മുടെ സാധാ എയർ, അതിലെന്താ വിത്തൗട്ട് വാട്ടർ വേപ്പർ അല്ലേ, വെള്ളത്തിന്റെ അംശമില്ലാത്ത അല്ലെങ്കിൽ നീരാവി അടങ്ങിയിട്ടില്ലാത്ത എയറിനെ നമ്മൾ എന്ത് വിളിക്കും, ഡ്രൈ എയർ എന്ന് വിളിക്കും. അത് നൈട്രജൻ ആണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക, 78% ബൈ വോളിയം ആട്ടോ. ബൈ വെയിറ്റ് ആകുമ്പോൾ നൈട്രജൻ ആകുമ്പോൾ ബൈ വെയിറ്റ് ആകുമ്പോൾ 75% ഉണ്ടാവുള്ളൂ. നൈട്രജൻ തൂക്കത്തിന്റെ അടിസ്ഥാനത്തിൽ 75% ഉണ്ടാവുള്ളൂ. ചില ഗ്യാസിന് വോളിയം കൂടുതലായിരിക്കും, ചിലതിന് തൂക്കം കൂടുതലായിരിക്കും. ഓക്സിജന്റെ കേസിൽ തൂക്കം കൂടുതലാണ്, ഏകദേശം 23% ഉണ്ടാവും. ഏതെങ്കിലും ഒന്ന് പഠിച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഡ്രൈ എയറിലെ ഘടകങ്ങൾ. ഇതിന്റെ കൂടെ വാട്ടർ വേപ്പർ അല്ലെങ്കിൽ നീരാവി കൂടി വരുമ്പോൾ നമ്മൾ എന്ത് വിളിക്കും, ആ ഡ്രൈ എയർ എന്ന് മാറിയിട്ട് മോയ്സ്റ്റ് എയർ എന്ന് വിളിക്കും. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണോ? മിക്സ്ചർ ഓഫ് ഗ്യാസസ് ആൻഡ് വാട്ടർ വേപ്പറിനെ നമ്മൾ എന്ത് വിളിക്കും, മോയ്സ്റ്റ് എയർ എന്ന് വിളിക്കും. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് സാച്ചുറേറ്റഡ് എയർ അല്ലേ. നമ്മൾ ഡ്രൈ എയറിലേക്ക് കുറേശ്ശെ നമ്മൾ വാട്ടർ വേപ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ആ എയറിന് ഉൾക്കൊള്ളാവുന്നതിന്റെ പരമാവധി വാട്ടർ വേപ്പർ ഒരു ടൈമിൽ എന്ത് ചെയ്യും, ആ എയർ ഉൾക്കൊള്ളും. ആ അവസ്ഥയെ വിളിക്കുന്ന പേരാണ് സാച്ചുറേറ്റഡ് എയർ അല്ലേ. അതിനുശേഷം പിന്നെ അതിലേക്ക് വാട്ടർ വേപ്പറിന് ഉൾക്കൊള്ളാൻ അതിൽ സ്ഥലം ഉണ്ടാവില്ല. വെൻ മോയ്സ്റ്റ് എയർ കണ്ടെയ്ൻസ് മാക്സിമം എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ, ഈ എയർ ഫുള്ളി സാച്ചുറേറ്റഡ് ആകുമ്പോൾ നമ്മൾ എന്ത് വിളിക്കും, സാച്ചുറേറ്റഡ് എയർ എന്ന് വിളിക്കും. അൺസാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ, മോയ്സ്റ്റ് എയർ വിച്ച് ഈസ് നോട്ട് സാച്ചുറേറ്റഡ് അല്ലേ. അപ്പൊ ഇത് ഈ അൺസാച്ചുറേറ്റഡ് എയറിലേക്ക് പിന്നെയും നമുക്ക് എന്ത് ചെയ്യാം, വാട്ടർ വേപ്പർ ആഡ് ചെയ്യാം. ഈ അൺസാച്ചുറേറ്റഡ് എയറിലേക്ക് വീണ്ടും വാട്ടർ വേപ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, അവസാനം സാച്ചുറേറ്റഡ് കണ്ടീഷനുള്ള ഒരവസ്ഥ എത്തും. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് വാട്ടർ വേപ്പർ ആഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പെർസെൻറ്റേജ് ഹ്യൂമിഡിറ്റി അല്ലേ. നമ്മുടെ സാച്ചുറേറ്റഡ് എയറിനെയും അൺസാച്ചുറേറ്റഡ് എയറിനെയും തമ്മിൽ കമ്പയർ ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്ന് പറയും. അപ്പോൾ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്ന് വിളിക്കും. ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് ആക്ച്വൽ മാസ് ഓഫ് വാട്ടർ വേപ്പർ ഇൻ എ യൂണിറ്റ് മാസ് ഓഫ് ഡ്രൈ എയർ അല്ലെ. ഇപ്പോൾ എയറിലുള്ള വാട്ടർ വേപ്പറിന്റെ മാസിനെ ടു ദി മാസ് ഓഫ് വാട്ടർ വേപ്പർ ഇൻ ദി സെയിം മാസ് ഓഫ് ഡ്രൈ എയർ വെൻ ഇറ്റ് ഈസ് സാച്ചുറേറ്റഡ് അല്ലെ. അതേ മാസിലുള്ള കംപ്ലീറ്റ്ലി സാച്ചുറേറ്റഡ് ആയ എയറുമായിട്ട് അതിൽ എത്ര വാട്ടർ വേപ്പർ ഉണ്ടോ ആ റേഷ്യോയുമായിട്ട് കമ്പയർ ചെയ്യണേന്ന് അതിനെന്ത് വിളിക്കും, പെർസെൻറ്റേജ് ഹ്യൂമിഡിറ്റി എന്ന് വിളിക്കും. അറ്റ് സെയിം ടെമ്പറേച്ചർ ആവും കേട്ടോ. ഇനി നമുക്ക് അതിന്റെ ഒരു ഇക്വേഷൻ ലാസ്റ്റ് ഇങ്ങനെ കിട്ടും, പിന്നീട് നോക്കുന്നുണ്ട്. നെക്സ്റ്റ് ടൈം DBT, ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ. നമ്മുടെ ഒരു സാധാരണ തെർമോമീറ്റർ ജസ്റ്റ് എയറിൽ വെച്ച് കഴിഞ്ഞാൽ ആ എയറിന്റെ ടെമ്പറേച്ചർ നമുക്ക് കിട്ടും അല്ലെ. അതിനെന്ത് വിളിക്കും, ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എന്ന് വിളിക്കും. ദി ടെമ്പറേച്ചർ ഓഫ് എയർ ഈസ് മെഷേർഡ് ബൈ ഓർഡിനറി തെർമോമീറ്റർ ഈസ് കോൾഡ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ. നെക്സ്റ്റ് ടൈം ആണ് WBT, അതായത് വെറ്റ് ബൾബിന്റെ താപനില. നമ്മുടെ തെർമോമീറ്ററിന്റെ ബൾബിന്റെ അറ്റത്ത് നമ്മൾ ഒരു നനഞ്ഞ വിക്ക് അല്ലെങ്കിൽ ഒരു തുണി, ഒരു പഞ്ഞിയോ തുണിയോ വെച്ച് നമ്മൾ കെട്ടും. 3 ഭാഗത്തായിട്ട് നമ്മൾ കെട്ടും. എന്നിട്ട് നല്ല സ്പീഡിൽ നമ്മൾ എയറിൽ കറക്കും. ഈ കറക്കുമ്പോൾ ഈ പഞ്ഞിയിലുള്ള നനവ് അതിന് ചുറ്റുമുള്ള എയറിലേക്ക് പോകും. അപ്പൊ അവിടുത്തെ ടെമ്പറേച്ചർ ജസ്റ്റ് ഒന്ന് കുറവാകും. കാരണം ആ നീരാവി കംപ്ലീറ്റ്, ആ വെള്ളനനവ് കംപ്ലീറ്റ് ചുറ്റുപാടുള്ള എയറിലേക്ക് പോയിട്ട്. അപ്പൊ ആ താപനില നമ്മൾ എന്ത് വിളിക്കും, അപ്പൊ ആ തെർമോമീറ്ററിൽ കാണിക്കുന്ന താപനില ആ കുറഞ്ഞ താപനില ആയിരിക്കും. അതിനെ നമ്മൾ WBT എന്ന് വിളിക്കും. അതുകൊണ്ട് തന്നെ WBT is always less than DBT. അതുപോലെ തന്നെ നമ്മളെ 100% ഹ്യൂമിഡിറ്റി ആ എയറിലേക്ക് പോയി കഴിഞ്ഞാൽ
ആ WBT ഈക്വൽ ടു ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ആയിരിക്കും. ഈ 2 പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, എപ്പോഴും WBT DBTനെക്കാട്ടിലും കുറവായിരിക്കും. അതുപോലെ തന്നെ ചുറ്റുപാടുള്ള എയറിലേക്ക് 100% വെള്ളം നനവ് പോയിട്ടുണ്ടെങ്കിൽ രണ്ട് തെർമോമീറ്ററും ഒരേ റീഡിങ് കാണിക്കും. കാരണം എന്താ, ഈ പനിയിൽ നിന്നും പിന്നീട് അങ്ങോട്ടൊന്നും പോകാനില്ല. അപ്പോൾ അവിടെ സാധാരണ തെർമോമീറ്റർ വെച്ച് റീഡിങ് നോക്കിയാലും നമ്മുടെ ഈ നനഞ്ഞ തുണി വെച്ചിട്ടുള്ള വെറ്റ് ബൾബ് തെർമോമീറ്റർ വെച്ച് നോക്കിയാലും ഒരേ റീഡിങ്ങാണ് കാണിക്കുക. നെക്സ്റ്റ് ടൈമാണ് വെറ്റ് ബൾബ് ഡിപ്രഷൻ അല്ലേ. വെറ്റ് ബൾബ് ഡിപ്രഷൻ എന്താ, ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിന്റെയും വെറ്റ് ബൾബ് ടെമ്പറേച്ചറിന്റെയും വ്യത്യാസത്തെ നമ്മൾ എന്ത് വിളിക്കും, വെറ്റ് ബൾബ് ഡിപ്രഷൻ എന്ന് വിളിക്കും കേട്ടോ. ഓപ്ഷനിൽ ചിലപ്പം ഡ്രൈ ബൾബ് ഡിപ്രഷൻ എന്നൊക്കെ തരും. അപ്പൊ ഈ ടേം ഇമ്പോർട്ടന്റ് ആണ്. WBD equal to DBT minus WBT. It indicate the relative humidity of the air. അതെന്ത് ചെയ്യും, നമ്മുടെ എയറിന്റെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യും. നെക്സ്റ്റ് ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ, DPT എന്ന് വിളിക്കും. ദി ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദി മോയ്സ്ചർ പ്രസന്റ് ഇൻ ദി എയർ സ്റ്റാർട്ട് ടു കണ്ടൻസ്. നമ്മൾ പറഞ്ഞു സാച്ചുറേറ്റഡ് എയറിൽ 100% വാട്ടർ വേപ്പർ ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ. ഇനി അതിലേക്ക് ഒന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് പറഞ്ഞു, വാട്ടർ വേപ്പർ ഇനി ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആ സാച്ചുറേറ്റഡ് പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ വാട്ടർ വേപ്പർ കുറേശ്ശെ കണ്ടൻസ് ചെയ്യാൻ തുടങ്ങും. ആ ഫസ്റ്റ് കണ്ടൻസ് ചെയ്യാൻ തുടങ്ങുന്ന ടെമ്പറേച്ചർ നമ്മൾ എന്ത് വിളിക്കും, ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ, അല്ലെങ്കിൽ ഫസ്റ്റ് ഡ്യൂ ഫോം ചെയ്യാൻ തുടങ്ങുന്ന ടെമ്പറേച്ചർ എന്ന് വിളിക്കും. DPT is the temperature at which the water vapor begins to condense. ഇനി when the temperature of air decreases, the relative humidity increases and reach 100%. ഈ 100% നമ്മൾ എന്ത് വിളിക്കും, സാച്ചുറേഷൻ പോയിന്റ് എന്ന് വിളിക്കും. അറ്റ് സാച്ചുറേഷൻ പോയിന്റ് വാട്ടർ വേപ്പർ ബിഗിൻസ് ടു കണ്ടൻസ്. അവിടെ എന്ത് ചെയ്യും, നമ്മളെ വാട്ടർ വേപ്പർ എന്ത് ചെയ്യും, ഡ്യൂ ഫോം ചെയ്യാൻ തുടങ്ങും. സോ ഡ്യൂ പോയിന്റ് ഈസ് ദി സാച്ചുറേഷൻ ടെമ്പറേച്ചർ ഫോർ വാട്ടർ ഇൻ എയർ. ആ ഡ്യൂ പോയിന്റ് നമ്മൾ എന്ത് വിളിക്കും, നമ്മളിങ്ങനെ ഗ്രാഫ് വച്ചിട്ടില്ലേ, ടെമ്പറേച്ചർ എൻട്രോപ്പി ഗ്രാഫ് വച്ചിട്ടില്ലേ, സാച്ചുറേഷൻ കർവ് വച്ചിട്ടില്ലേ, അതിൽ ഇവിടെ സൂപ്പർ ഹീറ്റഡ് വേപ്പർ ആയിരിക്കും. അത് കഴിഞ്ഞ് ഈ പോയിന്റിൽ എന്ത് ചെയ്യും, ഈ പോയിന്റിലാണ് ഫസ്റ്റ് ഡ്യൂ ഫോം ചെയ്യാൻ തുടങ്ങുക. ഓക്കെ ആണോ. ഇനി വെൻ നമ്മൾ ഈ കൂൾ ഡ്രിങ്ക് ഒക്കെ വാങ്ങുമ്പോൾ അതിന്റെ പുറത്ത് നമ്മൾ ഡ്യൂസ് ഫോം ചെയ്ത് കണ്ടില്ലേ, അതെന്തുകൊണ്ടാണ്, നമ്മൾ കൂൾ ഡ്രിങ്ക് ഒക്കെ തണുത്തിട്ടായിരിക്കും ഇരിക്കുക. അപ്പൊ ചുറ്റുമുള്ള എയർ ആ കൂൾ ഡ്രിങ്കിന്റെ മുകളിൽ തട്ടുമ്പോൾ അതിന്റെ താപനില കുറയും അല്ലെ. ആ ചുറ്റുമുള്ള എയറിലെ ആ ഹ്യൂമിഡിറ്റി എന്ത് ചെയ്യും, ആ ടൈമിൽ കണ്ടൻസ് ചെയ്യാൻ തുടങ്ങും. താപനില കുറയുമ്പോൾ എന്ത് ചെയ്യും, ഫസ്റ്റ് ഡ്യൂ ഫോം ചെയ്യാൻ തുടങ്ങും. ആ ഫോം ചെയ്യുന്ന ഡ്യൂ ആണ് നമ്മൾ ആ കൂളിങ്ങിന്റെ അല്ലെങ്കിൽ കൂൾ ഡ്രിങ്ക്സിന്റെ ഒക്കെ ചുറ്റുപാടും കാണുന്നത് അല്ലെ. ഇങ്ങനെ ഒരു കൂൾ ഡ്രിങ്കിന്റെ ബോട്ടില് നല്ല തണുപ്പുള്ള അല്ലേ, ഇതിന്റെ ചുറ്റുപാടും എയർ പാസ് ചെയ്യുമ്പോൾ, ഇതുമ പാസ് ചെയ്യുമ്പോൾ, ടച്ച് ചെയ്ത് പാസ് ചെയ്യുമ്പോൾ ഈ എയർ എന്ത് ചെയ്യും, തണുക്കാൻ തുടങ്ങും അല്ലെ. അപ്പൊ ആ എയറിലുള്ള വാട്ടർ വേപ്പർ എന്ത് ചെയ്യും, ഡ്യൂ ആയിട്ട് നമുക്ക് ഇതിന്റെ മുകളിൽ പറ്റി പിടിക്കാൻ തുടങ്ങും. അങ്ങനെയാണ് നമുക്ക് അത് കാണാൻ കഴിയുന്നത്. ഫോർ സാച്ചുറേറ്റഡ് എയർ DBT equal to WBT equal to DPT അല്ലെ. നമ്മൾ ഈ ടെമ്പറേച്ചർ എൻട്രോപ്പി ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ അതിൽ സാച്ചുറേഷൻ കർവ് വരച്ചിട്ടില്ല. ഇതിൽ ഇങ്ങനെ ഇവിടെ ആയിരുന്നു നമ്മൾ ആദ്യത്തെ കണ്ടീഷൻ ഉണ്ടായിരുന്നത്, സോറി എ എന്നുള്ളിടത്ത് നമ്മൾ ആദ്യത്തെ കണ്ടീഷൻ ഉണ്ടായിരുന്നു, സൂപ്പർ ഹീറ്റഡ് ആയിട്ടായിരുന്നു. അത് നമ്മൾ തണുപ്പിച്ച് കൊണ്ടുമ്പോൾ അതിലുള്ള ഹ്യൂമിഡിറ്റി എന്ത് ചെയ്യും, ഫസ്റ്റ് ഡ്യൂ ഇവിടെ ഫോം ചെയ്തു അല്ലെ. ഇപ്പൊ വേപ്പറിന് മാറിയിട്ട് ഇവിടെ ലിക്വിഡ് ആയി അല്ലെ. ആ ടെമ്പറേച്ചർ നമ്മൾ എന്ത് വിളിച്ചു, DPT എന്ന് വിളിച്ചു. ആ ടൈമിൽ തന്നെ എന്താണ്, അത് നമ്മുടെ സാച്ചുറേറ്റഡ് എയറിൽ DBTയും വെറ്റ് ബൾബ് ടെമ്പറേച്ചറും ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും എല്ലാം സെയിം ആണ്. നമ്മൾ വെറ്റ് ബൾബ് ഡിപ്രഷൻ പഠിച്ച പോലെ തന്നെ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടേം ആണ് ഡ്യൂ പോയിന്റ് ഡിപ്രഷൻ. അപ്പൊ ഇതും രണ്ട് ടെമ്പറേച്ചർ തമ്മിലുള്ള വ്യത്യാസമാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ആൻഡ് ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ ഈസ് കാൾഡ് ഡ്യൂ പോയിന്റ് ഡിപ്രഷൻ. ഓക്കെ ആണോ. അതായത് ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിന്റെയും ഫസ്റ്റ് ഡ്യൂ പോയിന്റ് ഫോം ചെയ്യുന്ന ആ ടെമ്പറേച്ചറിന്റെയും വ്യത്യാസത്തെ നമ്മൾ എന്ത് വിളിക്കും, ഡ്യൂ പോയിന്റ് ഡിപ്രഷൻ എന്ന് വിളിക്കും. ഇനി നെക്സ്റ്റ് ടൈം ആണ് ഹ്യൂമിഡിറ്റി. Humidity, it is the presence of moisture or water vapor in the air. Humidity is measured in terms of grains. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളെ ഗോതമ്പിന്റെ എണ്ണത്തിനൊക്കെ ആ സൂചിപ്പിക്കുന്ന കണക്കാണ് ഗ്രെയിൻസ്. 1 grain is small amount that 1 pound of water contain 7000 grains. നമ്മൾ 1 പൗണ്ട് വാട്ടറിനെ 7000 ഗ്രെയിൻസ് ആക്കി നമുക്ക് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. അപ്പൊ അത്രയും ചെറിയ അളവാണ് ഗ്രെയിൻ എന്ന് പറയുന്നത്. Humidity is measured by an instrument known as hygrometer. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹൈഗ്രോമീറ്റർ നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്, നമ്മുടെ ഹ്യൂമിഡിറ്റി അളക്കാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദി എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ പെർസെന്റ്, അതിന് നമ്മൾ എന്ത് വിളിക്കുക, ഹ്യൂമിഡിറ്റി എന്ന് വിളിക്കുക. ഇനി ഇൻ യൂണിറ്റ് വോളിയം ഓഫ് എയർ ആണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും, അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന് വിളിക്കും.
അപ്പോൾ ഹ്യൂമിഡിറ്റി വ്യത്യാസം ഉണ്ട് അല്ലേ? അത് ജസ്റ്റ് പ്രസൻസ് ഓഫ് വാട്ടർ വേപ്പർ ആണ്. ഇനി ആ വാട്ടർ വേപ്പർ ഒരു യൂണിറ്റ് വോളിയത്തിലുള്ളതിനെ നമ്മൾ എന്ത് വിളിക്കും? അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന് വിളിക്കും. അതുകൊണ്ട് തന്നെ അതിന്റെ യൂണിറ്റിന് എന്തുണ്ടാവും? ഒരു വോളിയത്തിന്റെ ഒരു അളവുണ്ടാവും അല്ലേ? അപ്പോൾ ഗ്രെയിൻസ് പെർ ക്യൂബിക് ഫൂട്ട് എന്നാണ് അതിന്റെ ഒരു യൂണിറ്റ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? ഗ്രെയിൻസ് പെർ മീറ്റർ ക്യൂബ് എന്ന് വിളിക്കാം അല്ലെ? മീറ്റർ ക്യൂബും ഒരു വോളിയത്തിന്റെ യൂണിറ്റ് അല്ലേ? ഇനി ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. 1 pound of water contains 7000 grains of moisture. ഓക്കെ ആണോ? അതുപോലെ തന്നെ 1 കിലോഗ്രാം എന്താണ്? 15430 ഗ്രെയിൻസ് ഓഫ് മോയ്സ്ചർ അടങ്ങിയതാണ് 1 കിലോഗ്രാം അല്ലെ? ഒരു പൗണ്ട് എന്ന് പറയുന്നത് 7000 ഗ്രെയിൻസ് ആണെങ്കിൽ 1 കിലോഗ്രാം 15430 ഗ്രെയിൻസ് 15413 ഗ്രെയിൻസ് ഓഫ് മോയ്സ്ചർ അടങ്ങിയതാണ്. നമ്മൾ ഹ്യൂമിഡിറ്റി അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി പഠിച്ച പോലെ അടുത്ത ടൈമാണ് ഹ്യൂമിഡിറ്റി റേഷ്യോ അല്ലെങ്കിൽ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി. ഇതാണ് അധികം കാണാറുള്ളത്. അല്ലെങ്കിൽ മോയ്സ്ചർ കണ്ടന്റ്. ഇത് മൂന്നും ഒരു ടൈമാണ്. ദി മാസ് ഓഫ് വാട്ടർ വേപ്പർ പ്രസന്റ് ഇൻ 1 കിലോഗ്രാം ഓഫ് എയർ. മറ്റേത് വോളിയത്തിലായിരുന്നു എന്നുണ്ടെങ്കിൽ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് കിലോഗ്രാം ബേസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ യൂണിറ്റ് ഗ്രെയിൻസ് പെർ LBS ഓഫ് എയർ എന്നാണ്, അല്ലെങ്കിൽ ഗ്രാം പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ എന്ന് വിളിക്കാം. The weight of water vapor per unit weight of dry air in a vapor air mixture. നമ്മുടെ അന്തരീക്ഷത്തിലുള്ള എയറിലുള്ള വാട്ടർ വേപ്പറിന്റെ വെയിറ്റിനെയാണ് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്ന് വിളിക്കുക. നെക്സ്റ്റ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആണ്. അത് എൻ്റെ കയ്യിൽ ഇങ്ങനെ സെയിം ഒരു വോളിയുള്ള ഒരു പാത്രം ഉണ്ടായിരുന്നു. ആ പാത്രത്തിൽ എയർ ഉണ്ടായിരുന്നു. ആ എയറിലുള്ള വാട്ടർ വേപ്പറിന്റെ തൂക്കത്തെ, വെയിറ്റിനെ ഇതേ പാത്രത്തിലെ എയർ സാച്ചുറേറ്റഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, സാച്ചുറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% വാട്ടർ വേപ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോ ഉള്ള വെയിറ്റുമായിട്ട് കമ്പയർ ചെയ്യുന്നതാണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. അതായത് വോളിയം അവിടെ സ്ഥിരമായിരിക്കും, ആ ടെമ്പറേച്ചറും സ്ഥിരമായിരിക്കും. ആദ്യത്തെ എയറിനെ ആ എയർ സാച്ചുറേഷൻ ആയി കഴിഞ്ഞിട്ടുള്ള എയറുമായി കമ്പയർ ചെയ്യാം. ഇതിന്റെ വാട്ടർ വേപ്പറിന്റെ മാസിനെ കേട്ടോ. The ratio of actual weight of water vapor in a given volume അല്ലെ to the weight of water vapor contained in the same volume at the same temperature എപ്പോഴാ? when the air is saturated. ഇതിലേക്ക് സാച്ചുറേഷൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന വാട്ടർ വേപ്പറിന്റെ വെയിറ്റിനെ ഈ സാച്ചുറേഷൻ ആയി കഴിഞ്ഞിട്ടുള്ള വാട്ടർ വേപ്പറിന്റെ വെയിറ്റുമായി കമ്പയർ ചെയ്യുന്നത് നമ്മൾ വിളിക്കും റിലേറ്റീവ്. നെക്സ്റ്റ് ടൈമാണ് എൻതാൽപ്പി. പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോഴുള്ള ടോട്ടൽ ഹീറ്റിനെ നമ്മൾ എന്ത് വിളിക്കും? എൻതാൽപ്പി എന്ന് വിളിക്കും. അതായത് ഇറ്റ് ഈസ് സം ഓഫ് ലാറ്റന്റ് ഹീറ്റിന്റെയും സെൻസിബിൾ ഹീറ്റിന്റെയും സമ്മാണ് എന്ത്? എൻതാൽപ്പി എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ when the air is heated എൻതാൽപ്പി ഇൻക്രീസസ്. അതുപോലെ തന്നെ കൂൾ ചെയ്ത് കഴിഞ്ഞാൽ എൻതാൽപ്പി ഡിക്രീസസ്. അതിന്റെ യൂണിറ്റ് ഇമ്പോർട്ടന്റ് ആണ്. കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ് എൻതാൽപ്പിയുടെ യൂണിറ്റ്. നെക്സ്റ്റ് സൈക്കോമീറ്റർ. നമ്മുടെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും വെറ്റ് ബൾബ് ടെമ്പറേച്ചറും ഒരേ അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ ഒരേ സമയം അളക്കാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കും? സൈക്കോമീറ്റർ ഉപയോഗിക്കും. 3 ടൈപ്പ് ഉണ്ട്. ഫിക്സഡ്, അതുപോലെ തന്നെ സ്ലിങ്, അതുപോലെ ആസ്പിറേറ്റ് സൈക്കോമീറ്റർ. ലബോറട്ടറി അല്ലെങ്കിൽ ഫിക്സഡ് സൈക്കോമീറ്ററിനെ അത് ജനറലി ഫിക്സഡ് ഓൺ എ വാൾ, ഒരു വാളിൽ ഫിക്സഡ്, ഒരു ചുമരിൽ ഫിക്സഡ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ്ലി റീഡ്സ് ഡ്രൈ ആൻഡ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ഓഫ് ദി സറൗണ്ടിങ് എയർ. അത് തുടർച്ചയായിട്ട് എന്താണ് ചെയ്തുകൊണ്ടിരിക്കും? ചുറ്റുപാടുമുള്ള ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും വെറ്റ് ബൾബ് ടെമ്പറേച്ചറും ഫിക്സഡ് അല്ലെങ്കിൽ ലബോറട്ടറി സൈക്കോമീറ്ററിൽ നോട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അത് അടുത്ത നെക്സ്റ്റ് ആണ് സ്ലിംഗ് സൈക്കോമീറ്റർ. നമ്മുടെ സാധാ തെർമോമീറ്ററും അതുപോലെ നമ്മളെ പഞ്ഞി നനച്ചു വെച്ചിട്ടുള്ള തെർമോമീറ്ററും ഒരു ചെയിനും ഹാൻഡിലുമായിട്ട്, ചെയിനും ഹാൻഡിലും എന്തിനാ? അങ്ങനെ കറക്കാൻ വേണ്ടിയിട്ട് അല്ലെ? അങ്ങനത്തെ ഒരു അറേഞ്ച്മെന്റ് ആണ് സ്ലിംഗ് സൈക്കോമീറ്റർ. ആസ്പിറേറ്റഡ് സൈക്കോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചങ്ങല ഹാൻഡിലും ഉണ്ടാവില്ല, പകരം ചെറിയൊരു ഫാൻ ഇതിൽ വെച്ചിട്ടുണ്ടാവുക. അപ്പൊ നമ്മൾ തിരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ഒരു മെത്തേഡാണ്, ഒരു മെക്കാനിസം ആണ് ആസ്പിറേറ്റഡ് സൈക്കോമീറ്റർ. നെക്സ്റ്റ് സൈക്കോമെട്രിക് ചാർട്ട് നമുക്ക് നോക്കാം അല്ലെ? ഈ മോയ്സ്റ്റ് എയറിന്റെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസിനെ ഒരു ഗ്രാഫ് രൂപത്തിലാക്കിയത് നമ്മൾ എന്ത് വിളിക്കും? സൈക്കോമെട്രിക് ചാർട്ട് എന്ന് വിളിക്കും അല്ലെ? ഇറ്റ് ഈസ് എ റെപ്രസെന്റേഷൻ ഓഫ് വേരിയസ് തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് ഓഫ് മോയ്സ്റ്റ് എയർ. The psychometric chart is normally drawn for സ്റ്റാൻഡേർഡ് പ്രഷറിനനുസരിച്ചിട്ട് അല്ലെ? 760 mm of Hg അല്ലെങ്കിൽ 1.01 ബാറിനാണ് ഇങ്ങനെ വെച്ചത്. ഇതാണ് നമ്മുടെ സൈക്കോമെട്രിക് ചാർട്ട് അല്ലെ? ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എന്തായിട്ടുണ്ട്? നമ്മുടെ എക്സ് ആക്സിസ് അല്ലെങ്കിൽ ആക്സിസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ
ഓർഡിനേറ്റ് ആയിട്ട് അല്ലെങ്കിൽ വൈ ആക്സിസ് ആയിട്ട് എടുത്തിട്ടുണ്ട്, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എടുത്തിട്ടുണ്ട് അല്ലേ. ഇനി നമ്മുടെ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ആണത് ഇങ്ങനെ പോകുന്ന ലൈൻസ്. ഓക്കെ ആണോ? അതുപോലെ തന്നെ ഈ വരുന്ന ഈ ലാസ്റ്റ് ഉള്ള കർവിനെ നമ്മൾ എന്ത് വിളിക്കും? സാച്ചുറേറ്റഡ് കർവ് എന്ന് വിളിക്കും. അത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയാണ്. 100% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആണ് സാച്ചുറേറ്റഡ് കർവിലുള്ളത്. അതുപോലെ തന്നെ ഇങ്ങനെ പോകുന്ന കർവുകളെ ഈ സാച്ചുറേഷൻ കർവിന് പാരലൽ എന്ന് പറയാൻ പറ്റില്ല, അതുപോലെ ഇങ്ങനെ വരച്ചിട്ടുള്ള കർവുകളെ നമുക്ക് എന്ത് വിളിക്കാം? റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയുടെ കർവ് എന്ന് വിളിക്കാം. കണ്ടോ? ഇതൊക്കെ കറക്റ്റ് പാരലൽ അല്ല, ലാസ്റ്റ് കണ്ടില്ലേ ഇങ്ങനെ വരുന്നത്. പിന്നെ സാച്ചുറേഷൻ കർവ് പറഞ്ഞ് നമുക്ക് ഓരോന്നും വ്യക്തമായിട്ട് തന്നെ നോക്കാം. ഫസ്റ്റ് DBT അല്ലേ, നമ്മൾ പറഞ്ഞു എക്സ് ആക്സിസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് പറഞ്ഞു, എക്സ് ആക്സിസ് ആയിട്ടാണ് നമ്മൾ DBT എടുത്തിരിക്കുന്നത് പറഞ്ഞു അല്ലെ. അപ്പൊ എല്ലാവരും ഇങ്ങനെയാണ് DBTയുടെ ലൈൻ എന്ന് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവുക. ഒരിക്കലും അങ്ങനെ മനസ്സിലാക്കി വെക്കരുത്. നമ്മുടെ ആക്സിസ് അല്ലെങ്കിൽ ലൈൻ എവിടെയാണ്? ഇതാണ് നമ്മുടെ ലൈന്. അതിൽ പോയിന്റുകൾ നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്യുക. ഇങ്ങനെ മാർക്ക് ചെയ്താൽ നേരെ വെർട്ടിക്കൽ ആയിട്ടാണ് ആ ലൈനുകൾ വരയ്ക്കുക. കണ്ടോ? യൂണിഫോം ആയിട്ടാണ് സ്പേസ് ചെയ്തിരിക്കുന്നത്. അതാണ് നമ്മുടെ DBTയുടെ ലൈനില് പോയിന്റുകൾ മാർക്ക് ചെയ്തിട്ട് നേരെ വെർട്ടിക്കൽ ആക്കി വരയ്ക്കുന്ന ആ ലൈൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് DBT ലൈൻസ്. ഓക്കെ ആണോ? ഇത് വെർട്ടിക്കൽ ആണ്. നമ്മളെല്ലാവരും തെറ്റിദ്ധാരണയാണ്, ആക്സിസ് ഇങ്ങനെ ആവുമ്പോൾ ആക്സിസ് ഇങ്ങനെയല്ലേ, അപ്പൊ ആ പോയിന്റ് ആ ലൈൻസ് ഇങ്ങനെ ആവും എന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ്. ഓക്കെ ആണോ? ഇറ്റ് ഈസ് പാരലൽ ടു ദി ഓർഡിനേറ്റ് ആൻഡ് യൂണിഫോംലി സ്പേസ്ഡ്. അതുപോലെ തന്നെ ജനറൽ ടെമ്പറേച്ചർ റേഞ്ച് ഓഫ് ദീസ് ലൈൻസ് ഓഫ് സൈക്കോമെട്രിക് -6 മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് വരെ. കണ്ടോ? -6 മുതൽ യൂണിഫോം ആയിട്ട് 45 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഇതിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. നെക്സ്റ്റ് WBT, വെറ്റ് ബൾബ് ടെമ്പറേച്ചർ. അതെന്താ ഇങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ടല്ലേ അല്ലേ? ഇങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ടാണ്. നീ യൂണിഫോംലി ആണോ സ്പേസ് ചെയ്തിട്ട്? അല്ല, അത് നോൺ യൂണിഫോംലി ആണ് മറ്റേ സ്പേസിങ് ഇട്ടുള്ളത്. ദി വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ലൈൻസ് ആർ ഇൻക്ലൈൻഡ് സ്ട്രൈറ്റ് ലൈൻസ് ആൻഡ് നോൺ യൂണിഫോംലി സ്പേസ്ഡ് അറ്റ് എനി പോയിന്റ് ഓൺ ദി സാച്ചുറേഷൻ കർവ്. ഈ സാച്ചുറേഷൻ കർവിൽ ഉണ്ടല്ലോ, അതിൽ ഏത് പോയിന്റ് എടുത്താലും ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും വെറ്റ് ബൾബ് ടെമ്പറേച്ചറും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. നെക്സ്റ്റ് ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ ലൈൻസ് ആണ്. ഇത് നമ്മുടെ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് നോൺ യൂണിഫോംലി സ്പേസ്ഡ് ആയിട്ടുള്ള ലൈനാണ്. കണ്ടോ? നമ്മുടെ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് അല്ലേ. ഇതിന്റെ വാല്യൂസ് നമ്മൾ സാച്ചുറേഷൻ കർവിലാണ് അടയാളപ്പെടുത്തുക. കണ്ടോ? 25, 15 സാച്ചുറേഷൻ കർവിലാണ് അടയാളപ്പെടുത്തിയിട്ടുണ്ടാവുക. അറ്റ് എനി പോയിന്റ് ഓൺ സാച്ചുറേഷൻ കർവ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും അതുപോലെ തന്നെ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചറും ഈക്വൽ ആയി അല്ലേ. അപ്പൊ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും വെറ്റ് ബൾബും ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചറും എല്ലാം സാച്ചുറേഷൻ കർവിന് എന്താണ്? ഈക്വൽ ആണ്. ഓക്കെ ആണോ? ഇതൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞതാണ്. എന്താ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ എന്നൊക്കെ ആദ്യം പറഞ്ഞതാണ്. നെക്സ്റ്റ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈൻസ് അല്ലെ. 100% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈൻ നമ്മൾ വിളിക്കും സാച്ചുറേഷൻ കർവ് എന്ന് വിളിക്കും. എന്നിങ്ങനെ കുറഞ്ഞു കുറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 20%, 40, 60, 80, 100% ലൈൻ നമ്മൾ വിളിക്കും സാച്ചുറേഷൻ കർവ് എന്ന് വിളിക്കും. ആ കർവ്ഡ് ഈ ലൈൻസ് എന്താണ്? കർവ്ഡ് ആണ്. ആൻഡ് ഫോളോ ദി സാച്ചുറേഷൻ കർവ്. ജനറലി ദീസ് ലൈൻസ് ആർ ഡ്രോൺ വിത്ത് വാല്യൂസ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 10, 20, 30 എക്സെട്ര അങ്ങനെയാണ് പോകുക കേട്ടോ. ഇതൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞാണ്. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി പെർസെന്റേജിലാണ് എക്സ്പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ അതിന് ഡയമെൻഷൻലെസ് ഇല്ല. ഇതൊരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണ്. നെക്സ്റ്റ് ലൈന് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ വേറെ പേരാണ് ഹ്യൂമിഡിറ്റി റേഷ്യോ അല്ലെങ്കിൽ മോയ്സ്ചർ കണ്ടന്റ്. ഈ പേരുകൾ ഇമ്പോർട്ടന്റ് ആണ്. ഈ ലൈൻസ് നമ്മുടെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി അല്ലേ വൈ ആക്സിസ് ആക്കി എടുത്തിട്ടുള്ളത്. അപ്പൊ അതില് ആ ആക്സിൽ പോയിന്റ് മാർക്ക് ചെയ്ത് വെർട്ടിക്കൽ ആക്കി വരയ്ക്കുന്ന ലൈൻസിനെ നമ്മൾ എന്ത് വിളിക്കും? സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ലൈൻസ് എന്ന് വിളിക്കും. സാധാരണ അത് മാസ് ഓഫ് വാട്ടർ വേപ്പർ കണ്ടെയ്നിങ് 1 കിലോഗ്രാം ഓഫ് എയർ ആണ്. അതുപോലെ തന്നെ അത് യൂണിഫോംലി സ്പേസ്ഡ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഹൊറിസോണ്ടൽ ലൈൻസ് ആണ്. അതുപോലെ തന്നെ യൂണിഫോംലി സ്പേസ്ഡ് ആണ്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? MCQ ക്വസ്റ്റ്യൻസ് ആയി എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. യൂണിഫോംലി സ്പേസ്ഡ് ഹൊറിസോണ്ടൽ ലൈൻസ് ഏതാണെന്നൊക്കെ നമുക്ക് ചോദിക്കാം, എന്നിട്ട് ഓപ്ഷൻസ് കൊടുക്കാം. നെക്സ്റ്റ് സ്പെസിഫിക് വോളിയം ലൈൻ ആണ്. ഇറ്റ് ഈസ് ഒബ്ലിക്ലി ഇൻക്ലൈൻഡ് സ്ട്രൈറ്റ് ലൈൻ ആൻഡ് യൂണിഫോംലി സ്പേസ്ഡ്. ഇതും ചെരിഞ്ഞിട്ടുള്ള ലൈൻസ് ആണ്, പക്ഷെ യൂണിഫോംലി ആണ് സ്പേസ് ചെയ്യുക. മാത്രമല്ല അതിന്റെ വാല്യൂസ് ജനറലി ഗിവൺ അറ്റ് ദി ബേസ് ഓഫ് ദി ചാർട്ട്. ഇതിന്റെ ചാർട്ടിന്റെ ബേസിലാണ് ഇതിന്റെ വാല്യൂസ് നൽകിയിട്ടുണ്ടാവുക. നെക്സ്റ്റ് എൻതാൽപ്പി ലൈൻസ്. എൻതാൽപ്പി ലൈൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇങ്ങോട്ട് വരയ്ക്കുന്ന WBT ലൈൻസ് ഉണ്ടല്ലോ, അത് ഈ സാച്ചുറേഷൻ കർവിന് കുറച്ച് നീട്ടി വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? എൻതാൽപ്പി ലൈൻസ് കിട്ടും. These lines are parallel to the wet bulb temperature lines and are drawn up to the saturation curve. Some of these lines coincide with the WBT lines also. സാധാരണ WBT ലൈൻസിനോട് കോയിൻസൈഡ് ചെയ്യുന്ന ലൈനാണ്.
ഇൻക്ലൈൻഡ് ആയിട്ടുള്ള യൂണിഫോം ആയിട്ടുള്ള ലൈൻസിന്റെ സ്പെസിഫിക് വോളിയം ലൈനാണ്. നോൺ യൂണിഫോം ആയിട്ടുള്ള ലൈനാണ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ലൈൻസ്. നമുക്ക് നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സൈക്കോമെട്രിക് പ്രോസസ്സുകൾ അല്ലെ. 8-10 പ്രോസസ്സുകളുണ്ട്. സെൻസിബിൾ ഹീറ്റിംഗ് ഉണ്ട്, കൂളിംഗ് ഉണ്ട്. ഈ ഹീറ്റിംഗും കൂളിങ്ങിനോടൊപ്പം തന്നെ നമ്മൾ ഹ്യൂമിഡിഫിക്കേഷനും ഡീഹ്യൂമിഡിഫിക്കേഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അഡിയാബാറ്റിക് മിക്സിങ്ങും കെമിക്കൽ ഡീഹ്യൂമിഡിഫിക്കേഷൻ ചെയ്യുന്നുണ്ട്. ഇതാണ് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. സെൻസിബിൾ ഹീറ്റിംഗ്, ഇത് നമ്മൾ എയറിനെ ഹീറ്റ് ചെയ്യാണ്, ഹീറ്റിംഗ് ഓഫ് എയർ. പക്ഷെ കണ്ടീഷൻ എന്താ? വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ ഇറ്റ് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി. അതിൽ സ്പെസിഫിക് ഹ്യൂമിഡിറ്റിക്ക് ചേഞ്ച് ഇല്ലാതെ എയറിനെ ഹീറ്റ് ചെയ്യണതിനെ നമ്മൾ എന്ത് വിളിക്കും? സെൻസിബിൾ ഹീറ്റിംഗ് എന്ന് വിളിക്കും. പക്ഷേ സെൻസിബിൾ ഹീറ്റിങ്ങിന്റെ ടൈമിൽ നമ്മുടെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ത് ചെയ്യും? കുറയാറുണ്ട് കേട്ടോ. നമ്മുടെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി സെൻസിബിൾ ഹീറ്റിംഗ് ടൈമിൽ കുറയാറുണ്ട്. പക്ഷേ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി റിമെയിൻ അൺചേഞ്ച്ഡ്, എന്നാൽ മാത്രം അതിനെ സെൻസിബിൾ എന്ന് പറയുള്ളൂ. ഓക്കെ ആണോ? ആ കണ്ടീഷൻ ആണ് അവിടെ. ഇൻ സെൻസിബിൾ ഹീറ്റിംഗ് ദി ടെമ്പറേച്ചർ ഓഫ് എയർ ഈസ് ഇൻക്രീസ്ഡ് വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് മോയ്സ്ചർ കണ്ടന്റ്. കണ്ടോ പ്രോസസ് കാണിച്ചത്? കണ്ടോ? ഇവിടുന്ന് ഇങ്ങോട്ട് ഹീറ്റിംഗ് ആവുമ്പോൾ നമ്മുടെ ടെമ്പറേച്ചർ കണ്ടോ? ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഇവിടെ നിന്നും ഇങ്ങോട്ട് കൂടിയില്ലേ? അപ്പോ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ കൂടി അല്ലേ? ഇനി നമ്മുടെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി നോക്കി നോക്കൂ നിങ്ങള്. കണ്ടോ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്തായി? ആദ്യം ഇവിടെ 100% ഉണ്ടായിരുന്നു സാച്ചുറേഷൻ കർവിന്, പിന്നെ 80, ഇവിടെ ഒരു 50-40 നോക്കി നോക്കൂ. അപ്പോ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്തായി? കുറയല്ലേ ചെയ്ത് അല്ലേ? പക്ഷെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി പറയുന്നത് കണ്ടോ? നമ്മുടെ ഈ ആക്സ് കണ്ടോ? സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ആക്സ് കണ്ടോ? ഒരു മിനിറ്റ് ഞാൻ എന്തൊന്ന് വായിക്കാട്ടെ. നമ്മുടെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി റിമൈൻ അൺചേഞ്ച്ഡ് അല്ലേ? സ്പെസിഫിക് ഹ്യൂമിഡിറ്റിക്ക് ഒരു മാറ്റവും സംഭവിച്ചില്ല. എങ്ങനെ? നമ്മൾ ചൂടാക്കുമ്പോൾ നമ്മളെ ഈ പോയിന്റിൽ നിന്ന് ടെമ്പറേച്ചർ ഈ പോയിന്റിലേക്ക് കൂട്ടിയപ്പോൾ, ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ കൂടിയപ്പോൾ സ്പെസിഫിക് ഹ്യൂമിഡിറ്റിക്ക് ഒന്നും സംഭവിച്ചില്ല. അങ്ങനത്തെ പ്രോസസ് നമ്മൾ എന്ത് വിളിക്കും? സെൻസിബിൾ ഹീറ്റിംഗ് എന്ന് വിളിക്കും. പക്ഷേ ആ ടൈമിൽ നമ്മുടെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കർവുകളിൽ നിന്ന് വന്ന മാറ്റം നോക്കി നോക്കൂ നിങ്ങള്. ആദ്യം ഇവിടെ ആയിരുന്നു അല്ലെ? ആദ്യം ഇവിടെ ആയിരുന്നു റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. പക്ഷേ ലാസ്റ്റ് എത്തിയപ്പോൾ കണ്ടോ? ഇപ്പൊ ഇത് 80% ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇത് 40% മാറിയത് കണ്ടോ? അപ്പൊ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ത് ചെയ്തു? കുറഞ്ഞു അല്ലെ? ഇനി ഈ പ്രോസസ് എങ്ങനെ അച്ചീവ് ചെയ്യാം? നമ്മളൊരു ഹീറ്റിംഗ് കോയിലിന്റെ ഉള്ളിലൂടെ സ്റ്റീം കടത്തിവിടും, എയറിനെ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ കടത്തിവിടും. Sensible heating process is also represented by a straight horizontal line on psychometric chart. അടുത്തത് സെൻസിബിൾ കൂളിംഗ് ആണ്. ദി കൂളിംഗ് ഓഫ് എയർ വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ സ്പെസിഫിക് ഹ്യൂമിഡിറ്റിക്ക് ചേഞ്ച് ആവാതെ നമ്മൾ അതിനെ കൂൾ ചെയ്യുമ്പോൾ, എയറിനെ കൂൾ ചെയ്യുമ്പോൾ അതിനെ എന്ത് വിളിക്കും? സെൻസിബിൾ കൂളിംഗ് എന്ന് വിളിക്കും. കണ്ടോ? സെൻസിബിൾ കൂളിംഗ് എന്ന് വിളിക്കും. കാരണം എന്താ? അതിന്റെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റിക്ക് ഒരു മാറ്റം വന്നിട്ടില്ല. ഇനി which only the sensible heat of the air is removed so as to reduce its temperature, there is no change in the moisture content. അതിന്റെ സെൻസിബിൾ ഹീറ്റ് മാത്രം പോകുന്നത് കൊണ്ട് തന്നെ അതിന്റെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റിക്ക് ചേഞ്ച് വരില്ല. The dry bulb temperature and wet bulb temperature of the air reduces while the latent heat of the air and the dew point temperature of the air remains constant. Important point ആണ്. നമുക്ക് ഗ്രാഫിൽ നമുക്ക് പഠിക്കാം. കണ്ടോ? ചാർട്ടിൽ കണ്ടോ? സൈക്കോമെട്രിക് ചാർട്ടിൽ കണ്ടോ നിങ്ങൾ? ആദ്യത്തെ പോയിന്റ് ഇവിടെ ആയിരുന്നു. സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കോൺസ്റ്റന്റ് ആക്കി നിർത്തിയിട്ട് എയറിനെ കൂൾ ചെയ്യുന്നതിന് എന്ത് വിളിക്കും? എന്ത് വിളിക്കും? നമ്മൾ സെൻസിബിൾ കൂളിംഗ് എന്ന് വിളിക്കും. കണ്ടോ? ടെമ്പറേച്ചർ ആദ്യം ഒരു 80 ഡിഗ്രി ഉണ്ടായിരുന്നു. ഇപ്പൊ കണ്ടോ? ഒരു 10-20-30 ഡിഗ്രിക്ക് കണ്ടോ? അതിനെ നമ്മൾ കൂൾ ചെയ്തു അല്ലെ? അപ്പൊ അതിന്റെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റിക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ചേഞ്ച് സംഭവിച്ചിട്ടില്ല. കണ്ടോ? സ്ട്രൈറ്റ് ലൈൻ ആണ്. പക്ഷെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കണ്ടില്ലേ? ആദ്യം ഇവിടെ ആയിരുന്നു, അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടായി മാറി. അപ്പൊ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കൂടി. ഇതെങ്ങനെയാ നമ്മൾ നോക്കുക? നമ്മള് നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ ഉള്ള വായുത്തിൽ ഒരു കൂളിംഗ് കോയിൽ എന്ത് ചെയ്യും? ഇവാപറേറ്റീവ് കോയിൽ നമ്മൾ ഇങ്ങനെ കൊടുക്കും. അതിന്റെ ഉള്ളിലൂടെ നമ്മൾ എന്ത് ചെയ്യും? തണുത്ത റെഫ്രിജറന്റിനെ കടത്തിവിടും. എന്നിട്ട് നമുക്ക് തണുപ്പിക്കേണ്ട ഈ എയറിനെ സൈഡിലൂടെ കടത്തിവിടും. ഇവാപറേറ്റർ നമ്മൾ കൂളിംഗ് കോയിൽ എന്നും കൂടി വിളിക്കാം കേട്ടോ. The sensible cooling line is also constant dew point temperature line
ദി മോയ്സ്ചർ കണ്ടന്റ് ഓഫ് ദി എയർ റിമെയിൻ കോൺസ്റ്റന്റ്. കാരണം എന്താ, നമ്മുടെ മോയ്സ്ചർ കണ്ടന്റ് റിമെയിൻ കോൺസ്റ്റന്റ് ആകുമ്പോൾ തന്നെ ഈ ലൈൻ നമ്മൾ എന്ത് വിളിക്കുക, ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ ലൈൻ കൂടി വിളിക്കാം. നെക്സ്റ്റ് ഹ്യൂമിഡിഫിക്കേഷൻ. നമ്മൾ വാട്ടർ വേപ്പറിനെ എയറിലേക്ക് ആഡ് ചെയ്യണതിന് അല്ലെങ്കിൽ വാട്ടറിനെ ആഡ് ചെയ്യുന്നതിന് നമുക്ക് വിളിക്കാം ഹ്യൂമിഡിഫിക്കേഷൻ വിളിക്കാം. അഡീഷൻ ഓഫ് മോയ്സ്ചർ ടു ദി എയർ വിത്തൗട്ട്, കണ്ടീഷൻ എന്താ, വിത്തൗട്ട് ചേഞ്ചിങ് ഇസ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ. ഓക്കെ ആണോ? നമുക്ക് ചാർട്ടിൽ നോക്കാം. ഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ആദ്യം ഇവിടെ ഉണ്ടായിരുന്നു അല്ലെ, എന്നിട്ട് അതിലേക്ക് വാട്ടർ വേപ്പറിനെ ആഡ് ചെയ്തിട്ട് ഇങ്ങോട്ടാക്കി മാറ്റുന്നതിന് നമ്മൾ എന്ത് വിളിക്കും, ഇങ്ങോട്ടാക്കി മാറ്റുന്നതിന് എന്ത് വിളിക്കും, ഹ്യൂമിഡിഫിക്കേഷൻ വിളിക്കും അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്തായി, കൂടുതലല്ലേ ചെയ്ത് അല്ലെ. ഇത് 50% ഇത് ഇപ്പൊ ഏകദേശം 90% ആയില്ലേ. അത്രയും വാട്ടർ വേപ്പർ അതിലേക്ക് വന്നിട്ട് അടിഞ്ഞു കൂടിയത് കൊണ്ടാണ് അതിന്റെ ഹ്യൂമിഡിറ്റി കൂടിയത്, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കൂടിയത്. പക്ഷേ എന്താ ഇവിടെ നോക്കേണ്ടത്, എന്താ ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താ നമ്മൾ നോക്കേണ്ടത്, ഇവിടെ ഇതിന്റെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിന് ആദ്യം മുതൽ അവസാനം വരെ ഒരു വ്യത്യാസവും വന്നിട്ടില്ല. കണ്ടോ, ഒരു വ്യത്യാസവും വന്നിട്ടില്ല. അതാണ് ഈ ക്വസ്റ്റിന്റെ പ്രത്യേകത. ഇനി ആക്ച്വൽ പ്രാക്ടീസിൽ എന്ത് ചെയ്യില്ല, പ്യൂർ ഹ്യൂമിഡിഫിക്കേഷൻ എന്ത് ചെയ്യില്ല, പോസിബിൾ അല്ല. കാരണം എന്താ, നമ്മൾ ഹ്യൂമിഡിഫിക്കേഷൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അതിന് ടെമ്പറേച്ചർ വ്യത്യാസപ്പെടും. Humidification process along with cooling or heating is used in number of air conditioning application. നമ്മൾ ഉപയോഗിക്കുന്ന എയർ കണ്ടീഷന്റെ റെഫ്രിജറേഷൻ ആപ്ലിക്കേഷനൊക്കെ നമ്മൾ കൂളിംഗ് പ്ലസ് ഹ്യൂമിഡിഫിക്കേഷൻ അല്ലെങ്കിൽ ഹീറ്റിംഗ് പ്ലസ് ഹ്യൂമിഡിഫിക്കേഷൻ അങ്ങനത്തെ പ്രോസസ്സുകളാണ് ഉപയോഗിക്കുക. നെക്സ്റ്റ് ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ് അല്ലെ, വാട്ടർ വേപ്പറിനെ മോയ്സ്ചറിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രോസസ്സാണ്. പക്ഷെ എന്താണ് കണ്ടീഷൻ, എന്താ, കീപ്പിംഗ് ഇസ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ കെപ്റ്റ് കോൺസ്റ്റന്റ്. അതിനെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെച്ചുകൊണ്ട് അതിലെ മോയ്സ്ചർ കണ്ടന്റിനെ ഒഴിവാക്കുന്ന, എയറിലെ മോയ്സ്ചർ കണ്ടന്റിനെ ഒഴിവാക്കുന്ന പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിക്കും, ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ് എന്ന് വിളിക്കും. ചാർട്ടിൽ നമുക്ക് നോക്കി നോക്കാം. ആദ്യം ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ കണ്ടില്ലേ, കോൺസ്റ്റന്റ് ആണ്. അത് ഇവിടെ ആയിരുന്നു, മോയ്സ്ചർ കണ്ടന്റ് ഇവിടെ ആയിരുന്നു. അതിന്റെ മോയ്സ്ചർ കണ്ടന്റ് കുറച്ച് കൊണ്ടുവന്നു നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ട് കൊണ്ടുവന്നു. കണ്ടില്ലേ, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ലൈൻ ഇവിടുന്ന് ഇങ്ങോട്ട് കുറഞ്ഞു. ഓക്കെ ആണോ? റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്തായി മാറി, ആദ്യം 90 ഉണ്ടായിരുന്നു അല്ലെ, ഇപ്പൊ എന്തായി മാറി, ഇപ്പൊ 40-30 അടുത്തേക്ക് വന്നു. പെർസെന്റേജ് ആട്ടോ, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി പെർസെന്റേജിലാണ്. നെക്സ്റ്റ് കൂളിംഗ് വിത്ത് ഹ്യൂമിഡിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മോയ്സ്ചർ ഈസ് ആഡഡ് ടു ദി എയർ ബൈ സ്പ്രേയിങ് ഓഫ് വാട്ടർ വിച്ച് ഈസ് അറ്റ് ദി ടെമ്പറേച്ചർ ഓഫ് ലോവർ ദാൻ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ അല്ലെ. നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു തണുത്ത വെള്ളം എയറിലേക്ക് സ്പ്രേ ചെയ്യുന്നതിനെ പ്രോസസ്സിനെ നമുക്ക് വിളിക്കാം കൂളിംഗ് വിത്ത് ഹ്യൂമിഡിഫിക്കേഷൻ വിളിക്കാം. തണുത്ത വെള്ളം സ്പ്രേ ചെയ്യുന്ന പ്രോസസ്സിനെ നമുക്ക് വിളിക്കാം കൂളിംഗ് വിത്ത് ഹ്യൂമിഡിഫിക്കേഷൻ വിളിക്കാം അല്ലെ. This cooling process cannot be used in hot and high humidity climate. ഹൈ ഹ്യൂമിഡിറ്റി ഉള്ള ക്ലൈമറ്റ് എന്ത് ചെയ്യാൻ പാടില്ല, ഇത് പിന്നെയും ഹ്യൂമിഡിറ്റി ആഡ് ചെയ്യാൻ പാടില്ല. അപ്പൊ നമുക്ക് ഒരു ഫീലിംഗ്, ഒരു കംഫർട്ട് കണ്ടീഷൻ കിട്ടത്തില്ല. കാരണം ഹ്യൂമിഡിഫിക്കേഷൻ ഒരുപാട് കൂടിയാലും ഹ്യൂമിഡിറ്റി ഒരുപാട് കുറഞ്ഞാലും പ്രശ്നമാണ്. നമുക്ക് 50% അല്ലെങ്കിൽ 40-60% നമുക്ക് ഹ്യൂമൻസിന് കംഫർട്ട് കണ്ടീഷൻ ആയിട്ടുള്ള ഹ്യൂമിഡിറ്റി. ഓക്കെ ആണോ? ഇനി ചാർട്ടിൽ നമുക്ക് നോക്കി നോക്കാം. ആദ്യം കൂൾ ചെയ്യണ്ടേ, തണുത്ത വെള്ളം കൊണ്ടല്ലേ, അപ്പോൾ അതിന്റെ ടെമ്പറേച്ചർ നമ്മൾ കുറഞ്ഞു അല്ലെ. അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി, വെള്ളം ആഡ് ചെയ്യല്ലേ, അതുകൊണ്ട് തന്നെ സ്പ്രേ ചെയ്യല്ലേ. വാട്ടർ വേപ്പർ ആഡ് ചെയ്യുമ്പോൾ ഹ്യൂമിഡിറ്റി കൂടി, അപ്പൊ റിസൾട്ടിന് നമുക്ക് എന്ത് കിട്ടും, ഇങ്ങനെ കിട്ടും. അപ്പൊ നമുക്ക് അതിന്റെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഉണ്ടല്ലേ, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്തായിരുന്നു, ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൂടിയോ കുറഞ്ഞോ, നിങ്ങൾ പറയൂ, കൂടിയില്ലേ. ഇനി പ്രോസസ് ഇങ്ങനെ ചെയ്യാം, നമ്മൾ എയർ ഇങ്ങനെ വരുന്നുണ്ടാവും, ഒരു സ്പ്രേ ഉപയോഗിച്ച് നമ്മൾ തണുത്ത വെള്ളം സ്പ്രേ ചെയ്യും. അപ്പോ ആ തണുപ്പും ഈ എയറിലേക്ക് ആഡ് ചെയ്യും. മാത്രമല്ല സ്പ്രേ ഉണ്ടല്ലോ, വാട്ടർ വേപ്പർ എന്ത് ചെയ്യും, ഇതിലേക്ക് ആഡ് ചെയ്യും അല്ലെ. വാട്ടർ വേപ്പർ ആഡ് ചെയ്തു, അതുപോലെ തന്നെ തണുപ്പും ആഡ് ചെയ്തു. നെക്സ്റ്റ് കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ. നമുക്ക് തണുക്കണം, അതുപോലെ തന്നെ കുറച്ച് വെള്ളം എന്ത് ചെയ്യണം, നമുക്ക് എടുത്ത് ഒഴിവാക്കണം. ആ പ്രോസസ്സിനെ നമുക്ക് എന്ത് വിളിക്കും, കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ അല്ലെങ്കിൽ കൂളിംഗ് വിത്ത് ഡീഹ്യൂമിഡിഫിക്കേഷൻ വിളിക്കാം. ജനറലി യൂസ്ഡ് ഇൻ അല്ലെ, നമ്മൾ ഉപയോഗിക്കുന്നത് സമ്മർ എയർ കണ്ടീഷനില് ഒരു ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. സമ്മർ എയർ കണ്ടീഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ ആണ്. ഇമ്പോർട്ടന്റ് ആണ്. The dry bulb temperature as well as the specific humidity of air decreases. ഇത് എന്താ പറയുന്നത്, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടേ, നമുക്ക് നോക്കി നോക്കാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, കൂൾ ചെയ്യണ്ടേ. കൂൾ ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ ഇവിടെ ആയിരുന്നു, നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങോട്ട് കൂൾ ചെയ്തു. ഓക്കെ ആണോ? അതുപോലെ തന്നെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ആദ്യം ഇവിടെ നിന്നായിരുന്നു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് വാട്ടർ വേപ്പർ എടുത്ത് ഒഴിവാക്കി അല്ലെ. അപ്പൊ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കുറഞ്ഞു പോയി. അപ്പൊ നമുക്ക് റിസൾട്ടന്റ് എന്ത് കിട്ടും, ഇങ്ങനെ കിട്ടും. ഓക്കെ ആണോ? ഇതില്
റിലേറ്റീവ് ഹ്യൂമിഡിറ്റി നോക്കി നോക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ് പോകുന്നത് അല്ലെ, ഈ പോയിന്റും ഇതിലെ ഫൈനൽ പോയിന്റ്. ഹ്യൂമിഡിറ്റി നോക്കി നോക്കുമ്പോൾ നിങ്ങൾ. നെക്സ്റ്റ് ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ. നമുക്ക് എന്ത് ചെയ്യണം, ചൂടാക്കണം. അതുപോലെ തന്നെ കുറച്ച് വെള്ളം, വാട്ടർ വേപ്പർ എന്ത് ചെയ്യണം, അതിലേക്ക് ആഡ് ചെയ്യണം. അത് നമ്മൾ എവിടെ ഉപയോഗിക്കുക? ഇനി വിന്റർ AC ടു വാം ആൻഡ് ഹ്യൂമിഡിഫൈ എയർ. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ പോയിന്റ്. നമുക്ക് ഇങ്ങനെ തന്നെ ചോദിക്കാം. when the air is passed through a humidifier, അപ്പോൾ ഹ്യൂമിഡിഫയറിലൂടെ പാസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അത് എന്ത് ചെയ്യും, വാട്ടർ വേപ്പറിനെ ആഡ് ചെയ്യും. ഹാവ് ഇ സ്പ്രേ വാട്ടർ ടെമ്പറേച്ചർ ഹയർ ദാൻ ഡ്യൂ ബൾബ് ടെമ്പറേച്ചർ ഓഫ് എയർ എൻറ്ററിങ് എയർ. എന്ത് ചെയ്യും, ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിനെക്കാട്ടിലും കൂടുതലുള്ള വാട്ടറാണ് നമ്മൾ സ്പ്രേ ചെയ്യുക. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, അത് ഹീറ്റ് ആവും. ഡ്യൂ അല്ല കേട്ടോ, ഡ്രൈ ബൾബാണ്. ഇനി നമുക്ക് നോക്കി നോക്കാം. നമുക്ക് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്തായിരുന്നു, നമുക്ക് കൂട്ടുക വേണ്ട അല്ലെ. അപ്പൊ നമ്മൾ ഇവിടുന്ന് വാട്ടർ വേപ്പറിനെ സ്പ്രേ ചെയ്തു. അപ്പൊ എന്ത് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കൂടി. ഇത് ചൂടുള്ള വെള്ളം കൊണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതിന്റെ ടെമ്പറേച്ചർ എന്തായി, കൂടി. അപ്പൊ നമുക്ക് റിസൾട്ടിന്റെ പോസ്റ്റ് എന്ത് ചെയ്യും, ഇങ്ങനെ കിട്ടും. കണ്ടോ, ഇങ്ങനെ കിട്ടും. നെക്സ്റ്റ് ഹീറ്റിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ. എന്ത് ചെയ്യണം, ചൂടാക്കണം. പക്ഷെ എന്ത് ചെയ്യണം, വാട്ടർ വേപ്പർ ഒഴിവാക്കണം. അപ്പൊ ചൂടാക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ എന്തായിരുന്നു, ടെമ്പറേച്ചർ നമുക്ക് ഇവിടെ ആയിരുന്നു. ആ വെള്ളം ചൂടാക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ടെമ്പറേച്ചർ ഇതുവരെ വരണം. അപ്പൊ ടെമ്പറേച്ചർ നമ്മൾ കൂട്ടി. അതുപോലെ തന്നെ ഡീഹ്യൂമിഡിഫിക്കേഷൻ. ആദ്യം ഹ്യൂമിഡിറ്റി ഇവിടെ ആയിരുന്നു, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഇവിടെ ആയിരുന്നു, പിന്നെ ഇങ്ങോട്ട് കുറച്ച് വരണം അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഡീഹ്യൂമിഡിഫൈയും ചെയ്തു. അപ്പൊ റിസൾട്ട് നമുക്ക് എന്ത് കിട്ടും, ഇങ്ങനെ കിട്ടും. ഓക്കെ ആണോ? നമ്മുടെ ട്രേഡ്സ്മാന്റെയും അതുപോലെ തന്നെ പ്ലാന്റ് ഓപ്പറേറ്ററിന്റെയും JIയുടെയും സിലബസിൽ നമ്മുടെ ലോസ് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ലോ ആണ് ബോയ്സ് ലോ, ചാൾസ് ലോ, ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ അല്ലെ. ഒന്നാമത്തെ ലോ ബോയ്സ് ലോ. ഗ്യാസ് ഷ്രിങ്ക് ഇൻ വോളിയം വെൻ പ്രഷറൈസ്ഡ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. നമ്മൾ എന്ത് ചെയ്യും, ഒരു സിറിഞ്ച് അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ഗ്യാസ് ഷ്രിങ്ക് ആവും. അതാണ് ബോയിൽ ലോ പറയുന്നത്. ചാൾസ് ലോ എന്ന് പറയുന്നത് എന്താ, ഗ്യാസ് എക്സ്പാൻഡ് വെൻ ഹീറ്റഡ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. അതുപോലെ തന്നെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യും. ഇനി ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് ടോട്ടൽ പ്രഷർ ഓഫ് ഗ്യാസ് സിസ്റ്റം is the sum of pressures of individual ഗ്യാസ്. അതായത് വാട്ടർ വേപ്പറിന്റെയും ഡ്രൈ എയറിന്റെയും പാർഷ്യൽ പ്രഷറിനെ കൂട്ടിയതാണ് എന്ത് ചെയ്യുക, ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത്.